ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഇടനേരങ്ങളിൽ 10 മണി സമയത്തോ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പൊരി മിൽക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, അതുപോലെ തന്നെ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ പൊരി മിൽക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്തിട്ടുള്ള മൈസൂർ പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 7 പഴം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതുപോലെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്മാഷറോ വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. മിക്സിയിൽ അടിച്ചെടുക്കരുത്, നമുക്കിതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഞാനിതുപോലെ ചെറിയ തരികളോട് കൂടിയിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം. നമ്മൾ എടുത്തിട്ടുള്ള പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ടുണ്ട്. നമ്മളെടുക്കുന്ന പൊരി അത്യാവശ്യം ഉപ്പുള്ളതാണെന്നുണ്ടെങ്കിൽ പിന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ആദ്യം പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലിൽ ചെയ്യുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാവുക. പിന്നെ പാൽ വഴിച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാം, അതിനേക്കാളും ടേസ്റ്റ് തേങ്ങാപ്പാലാണ്. അപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ആദ്യം കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ബാക്കിയുള്ള പാൽ കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം 1 കപ്പ് പാൽ ഈ ഒരു 7 പഴത്തിലേക്ക് ചേർത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ആക്കിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ പൊരി എടുത്തിട്ടുണ്ട്. 2 കപ്പ് പൊരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊരിയാണെന്നുണ്ടെങ്കിൽ ഒരു 1-2 മിനിറ്റ് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി, ചെറിയ ഫ്ലെയിമിൽ കരിഞ്ഞു പോവാത്ത രീതിയിൽ. എന്തായാലും പൊരി നന്നായിട്ട് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തണുത്തോട്ടെ. പൊരിയുടെ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്താൽ മതി. അപ്പോൾ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഗ്ലാസിൻ്റെ 1/3 ഭാഗം നമുക്ക് പഴത്തിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അതിന് മുകളിലേക്ക് നമുക്ക് പൊരി ഇട്ട് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂണോളം പൊരി ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. 2 ഗ്ലാസ്സിലേക്കും പൊരി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിന് മുകളിലേക്ക് വീണ്ടും പഴത്തിൻ്റെ മിക്സ് ഗ്ലാസ് നിറയെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 ഗ്ലാസ്സിലും ഒരേപോലെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു അളവിൽ ചെയ്യുന്ന സമയത്ത് ഒരു 4 അല്ലെങ്കിൽ 5, ഈ ഒരു സൈസിലുള്ള 4 ഒരു 5 ഗ്ലാസ്സിനുള്ള ഒരു അളവാണ് ഉണ്ടാവുക. ഇനി അതിന് മുകളിലേക്ക് 2 ടീസ്പൂണോളം നിലക്കടല റോസ്റ്റ് ചെയ്ത് വറുത്തെടുത്തിട്ടുള്ള നിലക്കടലയാണ്, അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ളൊരു പൊരി മിൽക്കാണ്. നമുക്ക് നല്ല ചൂടുള്ള സമയത്തൊക്കെ ഒരു 10 മണി സമയത്തൊക്കെ എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കിയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.